നമസ്കാരം. 27 നക്ഷത്രങ്ങളിൽപ്പെട്ട തിരുവാതിര നക്ഷത്രക്കാർക്കുള്ള ദോഷപരിഹാരങ്ങളും അവർ ഭജിക്കേണ്ടതായിട്ടുള്ള ദേവതകളും അവരുടെ അനുകൂല നിറങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ആദിത്യദശ, 6 വർഷക്കാലത്തെ ആദിത്യദശ, കേതുർദശ, ശനി എന്ന് പറയുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാരകാലങ്ങൾ, ഈ ദശാകാലങ്ങൾ വളരെ മോശം തന്നെയാണ്. ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗോചരവശാലായാലും നമ്മുടെ ജാതകവശാലായാലും ഈ പറയുന്ന ദശാകാലങ്ങളും ഈ കാലങ്ങളും നമുക്ക് വളരെ ആദിത്യൻ, കേതു, ശനി ഇത് തിരുവാതിര നക്ഷത്രക്കാർക്ക് കുറച്ച് ദോഷം തന്നെയാണ്. അപ്പം നമ്മൾ ദോഷമാണെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ കയ്യും കെട്ടി മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. ദോഷങ്ങൾക്ക് പരിഹാരങ്ങളായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റിയ ആ ഗ്രഹങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവാനും ഗ്രഹങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കാനുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. നമ്മുടെ പക്കപ്പിറന്നാളുകളിൽ, തിരുവാതിര നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാളുകളിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗക്ഷേത്രങ്ങൾ, സർപ്പക്ഷേത്രങ്ങൾ ദർശനം നടത്താം. നാഗക്ഷേത്രങ്ങൾ ദർശനം നടത്താം. തിരുവാതിര, ചോതി, ചതയം, തിരുവാതിര, ചോതി, ചതയം ഈ നാളുകൾ രാഹു പ്രീതി വരുത്തുക. തിരുവാതിര, ചോതി, ചതയം നാളുകളിൽ തിരുവാതിര നക്ഷത്രക്കാര് നാഗക്ഷേത്രത്തിൽ പോയിട്ട് രാഹുർ പ്രീതി വരുത്തുക, രാഹുർ പൂജ ചെയ്യുക. തൊട്ടടുത്ത ഏതെങ്കിലും നാഗക്ഷേത്രത്തിൽ അന്നേ ദിവസങ്ങളിൽ പോയിട്ട് നിങ്ങൾ നാഗങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യാൻ നോക്കുക, രാഹു പ്രീതി പൂജകൾ വരുത്തുക. പൂയ നക്ഷത്രം, മക നക്ഷത്രം, ഉത്ര നക്ഷത്രം, തിരുവോണ നക്ഷത്രം ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ്. ഈ നക്ഷത്രങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാതിരിക്കുക. വിവാഹത്തിന് പോലും ഇങ്ങനെയുള്ള ഈ നക്ഷത്രക്കാരുമായിട്ട് ചേർന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം. അപ്പം തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് പൂയ നക്ഷത്രം, മക നക്ഷത്രം, ഉത്ര നക്ഷത്രം, തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ. പിന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായ തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രിയപ്പെട്ടതായ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവപ്പ് നിറവും നല്ലതാണ്, കറുപ്പ് നിറവും നിങ്ങൾക്ക് അനുകൂലമാണ്. ചുവപ്പും കറുപ്പും, റെഡും ബ്ലാക്കും നിങ്ങൾക്ക് അനുകൂല നിറമാണ്. നിങ്ങൾ ഇപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരൻ ഇപ്പോൾ ഒരു നല്ലൊരു കാര്യത്തിന് പോവുകയാണ്. അയാൾ അന്ന് ഒരു പച്ച കളറുള്ള ഷർട്ട് ഇട്ടിട്ടാണ് പോയത്, അല്ലെങ്കിൽ പച്ച കളറുള്ള സാരി ഉടുത്തിട്ടാണ് പോയതെന്ന് വിചാരിക്കാം. കുറച്ച് കാര്യങ്ങൾ അന്ന് തടസ്സത്തിൽ വരും. അതിനേക്കാളും നല്ലതായിട്ട് നിങ്ങളന്ന് പോകുന്ന കാര്യത്തിന് പോകുമ്പോൾ ചുവപ്പ് നിറം ഇട്ടിട്ടാണ് പോണേന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള ഏതെങ്കിലും വസ്ത്രമാണ് ഇട്ടിട്ട് പോണേന്ന് വിചാരിക്കുക. നിങ്ങളുടെ അനുകൂല നിറം ആയതുകൊണ്ട് നിങ്ങൾക്ക് അന്നേ ദിവസം ചില കാര്യങ്ങൾക്ക് സാധിക്കും അത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസം പ്രത്യേകിച്ച് നിങ്ങളുടെ പക്കപ്പിറന്നാളിൽ നിങ്ങളുടെ ഈ പറയുന്ന നിറങ്ങൾ ധരിക്കാം. തിരുവാതിര നക്ഷത്രക്കാർ നിങ്ങളുടെ പക്കപ്പിറന്നാളിൽ ഈ ചുവപ്പോ കറുപ്പോ നിങ്ങളുടെ അനുകൂല നിറങ്ങൾ ധരിക്കാം. അറിയാലോ, നമുക്ക് തിരുവാതിരയുടെ ദേവത ശിവനാണ്, ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റെ മന്ത്രം, ദേവതാ മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത്. ശിവമന്ത്രം നിത്യവും 336 രൂപയെങ്കിലും ജപിക്കുന്നത് നല്ലതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. ഓം രുദ്രായ നമ, ഓം രുദ്രായ നമ എന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർ ജപിക്കേണ്ട മന്ത്രം. ഓം രുദ്രായ നമ, ഓം രുദ്രായ നമ, ഓം രുദ്രായ നമ. എപ്പോൾ മന്ത്രം ജപിക്കുമ്പോഴും നമ്മൾ നമ്മുടെ മൂലാധാര ചക്രം ഉണർന്നിരിക്കണം. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂലാധാര ചക്രം ഉണർന്നിരുന്ന് കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ നമ്മുടെ ദേവതാമന്ത്രം 336, 108 എന്നുള്ളതിൽ ജപിക്കുമ്പോൾ നമ്മളിലേക്ക് അറിയാതെ തന്നെ ദേവതാ ചൈതന്യം കടന്നു വരുന്നത് നമുക്കറിയാൻ പറ്റും. ആ ദേവതാ ചൈതന്യം നമ്മളിലേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിരന്തരം അത് പ്രാക്ടീസ് ചെയ്യുകയും നിരന്തരം അത് നമ്മൾ ചെയ്യാനും ജപിക്കാനും ചാൻറ്റ് ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരം ജീവിതത്തിൽ ഒരു ഭാഗമാക്കുക, ജീവിതത്തിൽ നിരന്തരം അതൊരു ഭാഗമാക്കി കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, ജോലിക്ക് ദിവസം പോകുന്ന ആളുകൾക്ക് ദിവസം ഇറങ്ങേണ്ടി വന്നു, നമുക്ക് മന്ത്രം വീട്ടിൽ ഇരുന്ന് ജപിക്കാനൊന്നും സമയമില്ല. ബസ്സിൽ സീറ്റ് കിട്ടി, കാറിൽ പോകുന്നവരാണെങ്കിൽ കാറിൽ സീറ്റ് കിട്ടി, ബൈക്ക് ഓടിച്ച് 2 വീലർ ഓടിച്ച് പോകുന്നവരാണെങ്കിൽ 2 വീലർ ഓടിക്കുമ്പോൾ മന്ത്രം ജപിച്ചിട്ട് പോവാം. എന്താ അപ്പം അതിന് തെറ്റ്? ഒന്നും തെറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക. ദേവതാ മന്ത്രമൊക്കെ ജപിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, വഴിയിലൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ദേവത ഏതാണോ ആ ദേവതയുടെ മന്ത്രം നിങ്ങൾ നിരന്തരം നിങ്ങളുടെ കൂടെ കൊണ്ടുനടക്കാൻ നോക്കുക, ഒരു കവചം പോലെ കൂടെ കൊണ്ടുനടക്കാൻ നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു രക്ഷാകവചം നമുക്കുണ്ടാവും. അത് നമ്മൾ നിരന്തരമായിട്ട് എല്ലാവരും അത് പരിശീലിക്കുക.